തൃപ്പൂണിത്തുറ ഹിൽ പാലസ് സന്ദർശിക്കാനെത്തിയ വയോജനങ്ങളെ പോലീസ് ഉദ്യോഗസ്ഥൻ അസഭ്യം പറഞ്ഞെന്ന് പരാതി. കോട്ടയം സ്നേഹക്കൂട് അഭയമന്ദിരത്തിലെ അന്തേവാസികൾക്കാണ് ദുരനുഭവം. പോലീസ് ഓഫീസറായ എൽദോസിനെതിരെ ആണ് പരാതി നൽകിയത്. അഭയമന്ദിരത്തിലുള്ളവർ വിനോദയാത്രയ്ക്കായി ഹിൽ പാലസിലെത്തിയതായിരുന്നു. തൃപ്പൂണിത്തുറയിൽ പോലീസിൽ നിന്നും ദുരനുഭവമുണ്ടായ കോട്ടയം സ്നേഹക്കൂട് അഭയമന്ദിരത്തിലെ അന്തേവാസികളും പ്രവർത്തകരുമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇതിന്റെ നടത്തിപ്പിന്റെ ചുമതലയുള്ള നിഷ സ്നേഹക്കൂട്. എന്താണ് സംഭവിച്ചത് ഇന്നലെ അവിടെ ചെന്നപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന്? ഞങ്ങൾ സഫലമീ യാത്രയെന്നും പറഞ്ഞ് എല്ലാ വർഷവും നടത്താറുള്ളതാണ്. ഇപ്പോൾ സ്നേഹക്കൂടിലെ അച്ഛനമ്മമാരുമായിട്ടുള്ള സഫലമീ യാത്ര ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് 95ഓളം അച്ഛനമ്മമാരും ബാക്കി സ്റ്റാഫ് കൂടിയായിട്ട് 125 പേരാണ് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെട്ടത്. 9:30 കൂടിയിട്ടാണ് ഞങ്ങൾ ഹിൽ പാലസിലെത്തുന്നത്. ടിക്കറ്റ് എടുക്കാനായിട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ 30 പേരാണ് അച്ഛനമ്മമാർ അകത്ത് കയറാനായിട്ട് വില്ലിങ് ആയത്. ബാക്കിയുള്ളവർ ബസ്സിൽ തന്നെ ഇരിക്കാനായിട്ടാണ് തീരുമാനിച്ചത്. വീൽ ചെയറിലുള്ളവരും കാല് വയ്യാത്തവരും കൈവയ്യാത്തവരും ആ സ്റ്റെപ്പൊന്നും കയറാൻ വയ്യാത്തവരാണ്. ബസ് കയറി പോകത്തുമില്ല. അപ്പം 30 പേർക്കുള്ള ടിക്കറ്റും 3 ബസ്സിൻ്റെ ഉള്ള പാർക്കിംഗ് ഫീസും 3 ക്യാമറ യൂസ് ചെയ്യാനുള്ള പാർക്കിംഗ് ഫീസും ആയിട്ടുള്ള ആ ടിക്കറ്റാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. അപ്പോൾ അവർ ചോദിച്ചു എത്ര പേര് വന്നിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞങ്ങൾ 95 പേര് അച്ഛനമ്മമാരുണ്ട്, ബാക്കി സ്റ്റാഫുമായിട്ട് 125 പേരുണ്ട്. പക്ഷേ ഞങ്ങൾ 30 പേര് മാത്രമേ കയറുന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അത് പറ്റത്തില്ല, വണ്ടിക്കകത്തിരിക്കുന്നവർക്കും ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു പൊതുസ്ഥലത്ത് ചെന്നിട്ട് പാർക്ക് ചെയ്തിട്ട് പാർക്കിംഗ് ഫീ കൊടുത്തിട്ട് വണ്ടിക്കകത്തിരിക്കുന്ന ആളുകൾക്ക് ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഫീ കൊടുക്കണം എന്ന് പറഞ്ഞാൽ നടക്കുമോ? അപ്പം ഞങ്ങൾ ചോദിച്ച് ഇതേ രീതിയിലുള്ള ചോദ്യം തന്നെയാണ് ഞങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചത്. വണ്ടിക്കകത്തിരിക്കുന്നവർക്ക് എന്തിനാണ് ടിക്കറ്റ്, ഉള്ളിൽ കയറുന്നവർക്ക് ടിക്കറ്റ് എടുത്താൽ പോരെ? ഇത് സ്നേഹക്കൂടെന്ന അഭയമന്ദിരത്തിൽ നിന്നാണ് മക്കളൊക്കെ ഉപേക്ഷിച്ച് അനാഥരായിട്ടുള്ള അച്ഛനമ്മമാരാണ്, അവരുടെ ഒരു സന്തോഷത്തിനായിട്ട് ഞങ്ങൾ വന്നതാണെന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. പക്ഷേ അവരപ്പം സെക്യൂരിറ്റി ഓഫീസറുമായിട്ട് ബന്ധപ്പെടാൻ ഞങ്ങൾ ആ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥനുമായിട്ട് സംസാരിച്ചപ്പോൾ അയാളുടെ ഭാഗത്തുനിന്ന് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ളൊരു പെരുമാറ്റമാണ് നമുക്കുണ്ടായത്. അദ്ദേഹം ആദ്യം തന്നെ ചോദിക്കുന്നത് പിന്നെന്താ നിങ്ങളിവിടെ സൗജന്യമാണോ പ്രതീക്ഷിച്ച് ഇതൊക്കെ തുറന്നു വെച്ചേക്കുന്നത്, ഫ്രീ ആയിട്ട് കാണിക്കാനാണോ എന്നുള്ള രീതിയിലും പിന്നെ 3-4 അയാൾ പറഞ്ഞ മോശമായിട്ടൊരു ഭാഷ പറഞ്ഞപ്പോഴാണ് ഞങ്ങളതിനെ തിരിച്ച് ചോദ്യം ചെയ്ത് ഞങ്ങളും തിരിച്ച് പ്രതികരിച്ചത് ആ സമയത്താണ്. ഈ യാത്രയിൽ ഉണ്ടായിരുന്ന ചില ആളുകൾ നമ്മളോടൊപ്പം ഉണ്ട്. പേരെങ്ങനെയാണ്? സുരേന്ദ്രൻ. വേദനയായോ പോയത്? സാറേ, ചുരുക്കി പറയുകയാണെങ്കിൽ ഞാൻ ഈ വീൽചെയറിലാണ് എൻ്റെ ജീവിതം ഇരിക്കുന്നത്. ഞങ്ങളിവിടെ അച്ഛനമ്മ 80 വയസ്സിന് മേലോട്ടുള്ള ആൾക്കാരാണ് മുഴുവനും. ഞങ്ങളെ ടൂറിന് കൊണ്ടുപോകുന്നുണ്ട്. ഇതുവരെ ടൂർ കുഴപ്പമുണ്ടായിട്ടില്ല. ഈ ഇൽപ്പാസിലിരിക്കുന്ന ജോലിക്കാരനെ 2 എണ്ണം പറയാനുള്ളൊരു ആഗ്രഹം എനിക്ക്, അതെനിക്ക് നിർബന്ധമാണ്. സങ്കടകരമെന്ന് വെച്ചാൽ ഞങ്ങളുടെ അമ്മയാണിത്. ഞങ്ങൾ എത്രയും പൊന്നുപോലെ നോക്കുന്നത്. സാറും അമ്മയും കൂടി ഞങ്ങൾ എന്ത് കഷ്ടപ്പെട്ടാണ് കൊണ്ടുപോയെന്നറിയാം. ഈ സ്ഥാപനത്തിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ട്. അവിടെ എല്ലാവർക്കും എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് വളരെ വരവേൽപ്പാണ് കിട്ടിയത്. പക്ഷേ ഇന്നലെ ഇവിടെ വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഉണ്ടായ ഒരു വേദനാജനകമായ സംഗതിയാണ് തൃപ്പൂണിത്തുറയിലെ ഹിൽ പാലസിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു ബോധമില്ലാത്ത മനുഷ്യൻ ഞങ്ങളോട് പറഞ്ഞ് ഞങ്ങളുടെ മാർഗത്തിനെയും ഞങ്ങളെ അവമാനിച്ചു. അതുകൊണ്ട് എനിക്കൊരു അപേക്ഷയുള്ളൂ, ഗവൺമെൻറ് നടത്തുന്നൊരു സ്ഥാപനമല്ലേ, അതുകൊണ്ട് ഇനിയെങ്കിലും മേലാൽ സ്വബോധമുള്ളവനെ, മനസാക്ഷിയുള്ളവനെ അവിടെ ജോലിക്ക് വെക്കണമെന്ന് ദയവായി അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരിക്കലും ഞങ്ങളെപ്പോലുള്ള അച്ഛനമ്മമാർക്ക് ഇങ്ങനെ അനുഭവം ഉണ്ടാകരുത് അവിടെ. അതേ ഉള്ളൂ പറയാൻ ഈ സർക്കാരിനോട്. എന്തായാലും വളരെ ആഗ്രഹിച്ച് സന്തോഷം പങ്കുവെക്കാൻ ഒരുമിച്ച് പോയൊരു യാത്രയിൽ വളരെ മോശം അനുഭവം ഉണ്ടായതിൻ്റെ നിരാശ അവർ പങ്കുവെക്കുന്നുണ്ട്. കൃത്യമായും ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇവർ ഓരോരുത്തരും മുന്നോട്ട് വെക്കുന്നത്. അനന്തു സുരേഷിനോടൊപ്പം കോട്ടയത്തു നിന്നും ജോസി ബാബു, മീഡിയ.